Thermostat valve in a cooling system controls. Thermostat valve in a cooling system controls the flow of water, the temperature of water, both the A and B, none of the above. തെർമോസ്റ്റാറ്റ് വാൾവ് ഇൻ എ കൂളിംഗ് സിസ്റ്റം. അപ്പൊ കൂളിംഗ് സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാണ്ട് കൂളിംഗ് സിസ്റ്റത്തിൽ? നമുക്ക് നോർമലി ഒരു കൂളിംഗ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത്, കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഏരിയ എന്ന് പറയാം. കൂളിംഗ് സിസ്റ്റത്തിൽ രണ്ട് ടൈപ്പ് കൂളിംഗ് സിസ്റ്റം നമ്മൾ പഠിക്കണം. എയർ കൂളിംഗും അതേപോലെ തന്നെ ലിക്വിഡ് കൂളിംഗും. നമ്മൾ വാട്ടർ കൂളിംഗ് എന്നൊക്കെ പറയുന്നത് തന്നെ എയർ കൂളിംഗും ലിക്വിഡ് കൂളിംഗും. ദെൻ എയർ കൂളിംഗിൽ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഓർത്തിരിക്കാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇവിടെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഫിൻസ് എന്താണെന്നും ഫിൻസിന്റെ മെറ്റീരിയൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ലിക്വിഡ് കൂളിംഗിൽ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചധികം ഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. റേഡിയേറ്റർ ഉപയോഗിക്കുന്നുണ്ട്, തെർമോസ്റ്റാറ്റ് വാൾവ് ഉപയോഗിക്കുന്നുണ്ട്, പമ്പ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അതുമായി വന്ന് അതിന്റെ മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ അതേപോലെ തന്നെ ഈ റേഡിയേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്, തെർമോസ്റ്റാറ്റ് വാൾവിന്റെ ഫംഗ്ഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഇതിന്റെ കൂടെ പഠിക്കണം. സോ ദ ക്വസ്റ്റ്യൻ എന്താണ്? തെർമോസ്റ്റാറ്റ് വാൾവ് ഇൻ എ കൂളിംഗ് സിസ്റ്റം കൺട്രോൾസ്. ഒരു കൂളിംഗ് സിസ്റ്റത്തിലെ തെർമോസ്റ്റാറ്റ് വാൾവ് എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? ഫ്ലോ ഓഫ് വാട്ടർ, വാട്ടറിന്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നു. ടെമ്പറേച്ചർ ഓഫ് വാട്ടർ, വാട്ടറിന്റെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നു. ബോത്ത് എ ആൻഡ് ബി, ഇതും ശരിയാണെന്നാണ് പറയുന്നത്. നൺ ഓഫ് ദി അബോവ്. നമുക്ക് നോക്കാം എവിടെയാണ് തെർമോസ്റ്റാറ്റ് വാൾവ് ഉണ്ടായിരിക്കുക. നോർമലി നമുക്ക് ഈ എഞ്ചിനിൽ നിന്ന് റേഡിയേറ്ററിലോട്ടുള്ള വെള്ളം പാസ് ചെയ്യുന്നതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ് വാൾവ്. എഞ്ചിന്റെ അകത്ത് ഒരു നിശ്ചിത ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ, എഞ്ചിൻ ഓവർ ഹീറ്റ് ആകുന്നതിന് മുന്നേയുള്ള നിശ്ചിത ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് വാൾവ് ഓപ്പൺ ആവുകയും എഞ്ചിന്റെ അകത്തുള്ള ഓവർ ഹീറ്റ് ആയിട്ട് കിടക്കുന്ന ലിക്വിഡിനെ, കൂളന്റിനെ എന്ത് ചെയ്യുന്നു, റേഡിയേറ്ററിലോട്ട് പാസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ദെൻ റേഡിയേറ്ററിൽ നിന്നും അത് എന്ത് ചെയ്യുന്നു, അത് കൂളായി നോർമൽ ടെമ്പറേച്ചറിലോട്ട് എത്തിയിട്ട് അത് വീണ്ടും എഞ്ചിനിലോട്ട് പാസ് ചെയ്യുന്നു. സോ നമുക്ക് ഇതിലെ ടെമ്പറേച്ചർ, ഈ എഞ്ചിന്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂളന്റിന്റെ ടെമ്പറേച്ചറും നിയന്ത്രിക്കുന്ന ആരാണ്? തെർമോസ്റ്റാറ്റ് ആണ്. ഇതിലുള്ള വാട്ടറിന്റെ പാസിംഗും നിയന്ത്രിക്കുന്ന ആരാണ്? ഈ തെർമോസ്റ്റാറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഫ്ലോ ഓഫ് വാട്ടർ ശരിയാണ്, ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ശരിയാണ്. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി ആണ് എന്ത് വരുന്നത്, കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ.